ഇപ്പം നമ്മൾ സ്ഥലത്തേക്ക് പോകാനൊക്കെയാണ്. നമുക്ക് ഇന്നൊരു കാളികാവ് ഹിമയില് അടക്കെ കൊണ്ടുവരുന്നൊരു സ്ഥലത്ത് നമുക്ക് ഒരു മീറ്റപ്പ് ഉണ്ട്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം അമ്മേനെ കൊണ്ടുവന്നു. ഇപ്രാവശ്യം കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം സുഖമില്ലാതെ അപ്പൊ ഇപ്രാവശ്യം പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ കണ്ണോപ്പറേഷൻ കഴിഞ്ഞാൽ പോരാൻ പറ്റില്ല. അപ്പൊ 10 മണിക്ക് എത്താൻ പറഞ്ഞപ്പോ തന്നെ 10 മണി അപ്പൊ നമ്മളെ വിശേഷം അവിടുത്തെയാണ്. അപ്പൊ നമുക്ക് അതൊക്കെ കാണാം. സോ ആദ്യം വന്നിട്ട് അവിടെ അപ്പൊ അപ്പൊ ആരെ മേടിക്ക സമ്മാനം? കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ പ്രാവശ്യം അമ്മേനല്ലേ രണ്ടാളും കൂടി കഴിഞ്ഞ മാതിരിയൊക്കെ പറയാലേ. സ്റ്റേജിലെത്തിയ ഷീജിന്റെ അവസ്ഥ എന്താന്ന് പറയാൻ പറ്റില്ല. പോയൊക്കെ എന്തായാലും വണ്ടൂര് കഴിഞ്ഞ് നിംസ് ഹോസ്പിറ്റല് കഴിഞ്ഞ് കുറ്റിയിൽ പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടോ. ഇവിടെ എത്തിയാല് നമുക്ക് ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ്. അച്ഛൻ്റെ നാടാണ്. അച്ഛൻ്റെ നാട് പറഞ്ഞാല് അച്ഛൻ പണിയെടുക്കണ സ്ഥലം വാണിയമ്പലത്ത് എത്തും വേണ്ട, അതിന്റെ മുന്നേ ഉള്ള കേട്ടോ. നല്ല പുരോഗമനായി അല്ലേ. ഇപ്പൊ വാണിയമ്പലം കഴിഞ്ഞ് കാളികാവ് നമ്മള് ഇറങ്ങിയ സ്ഥലത്താനായിട്ടോ. പിന്നെ ഇതിലെ പോയ കാളികാവ് ബസ് സ്റ്റാൻഡിലേക്ക് ഞങ്ങളല്ലേ നമുക്ക് പോകേണ്ടത് നേരെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ വന്നൊന്ന് കാളികാവ് ഹിമയ്ക്കാട്ടോ. ഹിമേനെ പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാണ്ടാവും. അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നേന്നു, പക്ഷെ ഇവരടുത്ത് പേച്ചതാണ്. പറഞ്ഞപ്പോ പാളിപ്പോയതാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വാടക വീട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം അമ്മേനെ കുട്ടിയെ പോയത്. അപ്പൊ എല്ലാരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. പ്രാവശ്യം അമ്മേനെ പോരാൻ പറ്റിയില്ല. അപ്പൊ കൊറേ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ എല്ലായിടത്തും ഓരോ മാസങ്ങൾ ഓരോ പരിപാടി ഉണ്ടാകലുണ്ട് എല്ലാരും കൂടെ കൂടിയിട്ട്. പക്ഷെ നമുക്ക് അതില് ഒന്ന് ഈ അസുഖം കാരണം പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് പോയേക്കാം. പ്രാവശ്യം അവിടെ അല്ലേ ആള് കൂടുതലായിട്ട് അങ്ങോട്ട് മാറ്റി. ഹിമയോട് ചേർന്ന് നിന്ന് ഇവിടെയുള്ള സ്നേഹാർദ്രമായ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായി കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളെ ഒന്ന് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാൻ, നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന്റെ മഹത്വവും മഹാത്മ്യവും ചെറിയ വാക്കുകളിൽ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താനുമാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. മനം കുളിരായി മോഹം ചൊല്ലി കരഞ്ഞിരക്കും കുളിരായി സുഹൃത്ത് നേടണം കണ്ണുറങ്ങ്. താങ്ക് യു. നല്ലൊരു പാട്ടല്ലേ, ഒരു നല്ല കൈയ്യോടെ എടുക്കാം പ്ലീസ്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട നിസാറിനെ വിളിക്കാം. നല്ലൊരു പാട്ട് നിസാർ നമുക്ക് വേണ്ടി സമ്മാനിക്കും. വളരെ ഇഷ്ടമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാ. സന്തോഷമായില്ല. ഒരാൾ പാട് പറഞ്ഞല്ലോ. നിങ്ങൾ തന്നെ
മമ്പൂറം പൂമക്കാമിലെ ഔരത വീണവാസിലെ ഇമ്പപ്പൂവായ കൊത്തുപൊലി മമ്പൂറം പൂമക്കാമിലെ ഔരത വീണവാസിലെ ഇമ്പപ്പൂവായ കൊത്തുപൊലി സയ്യിദല വിറളിയല്ലാ. അവിടുന്ന് പറയാം കാണാറൊക്കെ നമ്മള് വെള്ളാമ്പ്ര പരിപാടി നാളെ പ്രോഗ്രാമൊക്കെ കണ്ടിരുന്നു. I love you. മക്കളെ നല്ല രസം നമുക്ക് ഇരിപ്പിടത്തിൽ കാലുകളുണ്ടാതെ ഉറങ്ങി വരുന്നതുമായി കാട്ട് ഒരു നാടൻ ഫാമിലിയാണ് അല്ലേ? ഒരു നാടൻ ഫാമിലി. എന്താ ഉപ്പ് വർത്താനം? പണി തുടങ്ങുന്നതിന് മുന്നേ രണ്ടു മക്കളാ? എവിടെ പോയാലും ഫോട്ടോ ഇല്ല വരാൻ പറ്റില്ല. എന്താ പേര് പറഞ്ഞ? സംന. എവിടെ സ്ഥലം? എടക്കര. എവിടെ സ്ഥലം? ഫാമിലിന്റെ പേര് കല്ലുമല. എത്ര മെമ്പേഴ്സ് ഉണ്ട്? 400 മെമ്പേഴ്സ് അല്ലേ? എല്ലാവരും കൂടെ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഭൂരിപക്ഷം ആളുകളും ഒരു നേരമ്പോക്കിന് മാത്രം ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്കിടയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്
ഈ ഒരു തല്ലുമാല ടീമിൻ്റെ ഇതുപോലുള്ള സ്ഥാപനത്തിലെ സന്ദർശനത്തിന് ആദ്യമായിട്ട് ഇവിടെ ഇടയ്ക്കിടെ സന്ദർശിക്കാറുണ്ട് എന്നും ഇവിടുത്തെ ആളുകളുമായിട്ട് സംവദിക്കുകയും അവർക്ക് സന്തോഷം പകരുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. അതിലൊക്കെ ഉള്ള സന്തോഷവും അഭിനന്ദനവും പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തണം. നമ്മുടെ സിദ്ദീഖ് സാഹിബിനെ കൊടുക്കുമ്പോൾ അതിൽ മൂപ്പര ഉള്ളിൽ ജനിക്കാൻ പോകുന്ന ഒരു കഥാപാത്രവും അതേപോലെ ഒരു വലിയ ആശയവും നമ്മുടെ നാടിന് ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു വിഷയവും വാസ്തവത്തിൽ വാർദ്ധക്യമാണ്. നമ്മളൊക്കെ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുമ്പോഴും ആയിട്ടില്ല എന്ന് പൊരുതി സമർത്ഥിക്കാനാണ് നമ്മളൊക്കെ വാസ്തവത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സദസ്സിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും കൂടെ എണീറ്റു. അപ്പം എനിക്കെന്നെ ഒരു സംശയമുണ്ട്, ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ നോക്കി. അപ്പോൾ ബാക്കിൽ ഒരു മൂസാജി പറഞ്ഞിട്ടൊരു കാരണവർ പറഞ്ഞു, ബാക്കിപ്പം നോക്കണ്ട, നിങ്ങളെ കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ 50 വയസ്സുള്ള ആളുകളൊക്കെ കാരണന്മാരായിട്ട് ഗണിച്ചിരുന്നു. നമുക്കതിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോഴും നമ്മൾ വാസ്തവത്തിൽ അങ്ങനെ ഒരു തോന്നൽ നമുക്കില്ലാതിരിക്കുന്നതാണ് നമ്മുടെ ഊർജം എന്നല്ല. സംഭവിച്ചു പോകും നമുക്ക്. പക്ഷെ നേരെ വിപരീതമാണ്. ഇതിങ്ങനെ പടർത്തിയിട്ട് സ്നേഹം സാഹോദര്യം നാട് മുഴുവൻ വീശി വിതർന്നു. അപ്പോഴെന്താവുള്ളൂ, ആളുകൾക്കുള്ളിൽ പരസ്പര സ്നേഹം ഉണ്ടാവുള്ളൂ. അതില്ലാതായി പോകുന്നുള്ള പേടിയാണ്. ഈ ചെറിയ ചെറിയ കുട്ടികളും അവർക്കാണല്ലോ ഞാൻ അടുത്തത് നമ്മൾ ഈ ഒരു പാറ്റേൺ നമ്മൾ സ്ഥാനം ഈ കുട്ടികളുടെ ജീവിതം നമ്മളെ പ്രായത്തിലേക്ക് ഈ കുട്ടികൾ വരുമ്പോഴത്തേക്കും ഇപ്പോഴുള്ളതിനേക്കാളും സുന്ദരമായ ഒരു നാട് നിർമ്മിച്ചെടുക്കണം നമുക്ക്. ഞാൻ എല്ലാവരെയും ആശംസിക്കുന്ന ഏർപ്പാടാണ്. ഇവിടെ നേരത്തെ എല്ലാത്തവർക്കൊണ്ട് റിപ്പീറ്റ് ചെയ്യണം. ഞങ്ങൾ മലബാർ ടൂറിസം കൗൺസിൽ എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ടൂറിസം പ്രവർത്തകരുടെ, അതിൽ റിസോർട്ടുകാർ എന്ന് പറഞ്ഞ വലിയൊരു വിഭാഗമുണ്ട്, ഹോട്ടലുകളുണ്ട്, ടൂർ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ട്രാവൽ ഏജൻസി ഉണ്ട്, കുഞ്ഞു കുഞ്ഞു ഹോം സ്റ്റേസ് ഉണ്ട്, ടൂർ ഗൈഡ്സുകളുണ്ട്, എക്സ്പീരിയൻഷ്യൽ ടൂറിസം, നിങ്ങൾ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്ന ആൾക്കാർ. ഒരു നാടൻ ഫാമിലി, ഒരു നാടൻ ഫാമിലി. നെക്സ്റ്റ് അർഷു കാവുകൽ. അർഷു കാവുകൽ മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂവിൽ കണ്ടു, അറിവിന്റെ കേദാരഭൂവിൽ കണ്ടു. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമൊത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാര ഭൂവിൽ കണ്ടു. വീഡിയോ എടുക്കുന്നു കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പോലെ എന്നാല് പോലെ എങ്ങനെയുള്ള ബ്ലോഗ്സ് ചെയ്യണേ?
നമുക്ക് നോക്കാം. തിരിച്ചെടുക്കണോ? തിരിച്ചെടുക്കണോ? കേറ് കേറ് കേറ്. ഇനി മതി ഇനി മതി. അയ്യാ പിടിച്ചോളെ. നമ്മളെ സമ്മാനം കാണുന്നുണ്ട്. അതമ്മയ്ക്കും ശരിക്കും കിട്ടിയ അംഗീകാരം. നമ്മ രണ്ടാള് ക്യാമറമാൻ അല്ലേ? നമ്മളെ രണ്ടാമത്തെ അംഗീകാരമാണ് ഇത് അല്ലേ? പിന്നെ പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം അമ്മയാണ് ഇത് വാങ്ങിയത്, ഇപ്രാവശ്യം ഞാൻ വാങ്ങി. സാറല്ലേ? അടിപൊളിയല്ലേ? അടുത്ത പ്രാവശ്യം പോകും നമുക്ക് അല്ലേ? നമുക്കിത് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. എന്നാലും നമ്മള് ഇവിടെ കുത്തുന്നുണ്ട്. നമുക്ക് എല്ലാരും ഞങ്ങള് എല്ലാരും സപ്പോർട്ടാണ് അത് കിട്ടിയത്. അപ്പൊ ഞങ്ങള് വീട്ടില് കുത്തിരിക്കണ ഞങ്ങക്ക് അല്ലേ ഒരുപാട് അംഗീകാരം തന്നു എല്ലാരും. അതെ, നമ്മളെ വീട്ടില് ഇരിക്കല്ലേന്നോ, അപ്പൊ നമ്മളിങ്ങനെ പുറത്ത് ഇറങ്ങി എല്ലാരും അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് അല്ലേ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പറഞ്ഞ പോലെ അതേപോലെ അങ്ങനെ ആവുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഏറ്റവും വിലമതിക്കാനാവാത്ത അംഗീകാരം. പിന്നെ എല്ലാവരും നമ്മളൊരുപാട് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാരോടും. അല്ലെങ്കിൽ ഇത് നമ്മളെ കയ്യിലെത്തൂല. പിന്നെ ഇപ്പൊ ഇത് കിട്ടിയത് ആരോരുമില്ലാത്ത ഓല സമ്മാനം അല്ലേ? ഓലപ്പം നമ്മൾ കുറച്ച് നേരം സമയം ചെലവഴിച്ചു. ഓരപ്പം ഭക്ഷണം, ഒരു നേരം ഭക്ഷണം നമ്മളെല്ലാവരും പാടെ കൊടുത്തു. ഇത് കൊടുത്തത് നമ്മൾ പറയല്ല, പക്ഷെ ഇത് ഇങ്ങനത്തെ ഇത് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് പറയാണ്. പിന്നെ നമ്മളെല്ലാവരും ഇപ്പം കൊണ്ട് കുറച്ചൊക്കെ വീഡിയോ എടുത്ത് എല്ലാവരും ഇപ്പോൾ ഒക്കെ പാടെടുക്കാൻ കഴിയില്ലല്ലോ. അപ്പം നമ്മൾ കുറച്ചൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള നമുക്ക്. പക്ഷേ ഓരോ ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ടാൽ നമുക്ക് എല്ലാവരും കണ്ണെന്ന് വെള്ളം വരും. അപ്പോൾ അതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടുകാർക്കും എന്തെങ്കിലും വീട്ടിൽ പരിപാടികളോ നമ്മൾ ടൂർ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ ഒക്കെ എങ്ങോട്ടെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് പോയിട്ട് ഒന്നും വേണ്ട, നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ നടത്തുന്ന പിറന്നാളാണെങ്കിലും എന്തെങ്കിലും പരിപാടിയാണെങ്കിലും അത് അങ്ങനെ ഉള്ള ഒരു സ്ഥാപനത്തിൽ വെച്ച് നടത്തും. എല്ലാം നടത്തല്ല, കഴിയുമ്പോ ഓലപ്പം കൂടിയാണ്ട് സന്തോഷമായിട്ട്. അപ്പൊ ഇതൊരു വൃദ്ധസദനം നമ്മൾ ഒരിക്കലും പറയില്ല. അതിനെ ആരോരും ഇല്ലാത്ത ആൾക്കാര് ഞാൻ കൊണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും അച്ഛനെ അമ്മേനെ ഒരാൾക്കും ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ട് ആക്കാനുള്ളൊരു മനസ്സ് തോന്നാതിരിക്കട്ടെ. അപ്പം നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റി. അപ്പം അങ്ങനത്തെ ഒരു സന്ദർഭം വന്നപ്പോൾ നമ്മൾ പറയണേ അമ്മ. ഇപ്പം നമ്മളെ അമ്മേനൊക്കെ നമ്മളെ അവിടെ കൊണ്ടിട്ട് എന്താ സ്ഥിതി? അവിടെയല്ല, അവിടെ ഇതിനുള്ള സ്ഥലമല്ല. അവിടെ പറഞ്ഞില്ലേ ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്ക്. ആരും ഇല്ലാത്ത ആൾക്കാർക്ക് ഒരഭയ കേന്ദ്രമാണ് ഹിമ ഹോം കെയർ അല്ലേ? കെയർ ഹോം. അവിടേക്ക് എന്താ പറയണ്ടെന്ന് തന്നെ അറിയില്ല. കാരണം അവിടുത്തെ ഓരോ ആളെ കണ്ടാലും അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും അവരൊക്കെ വീഡിയോ കാണണം. നമുക്ക് എതിരായിട്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവരും നമ്മളെ വീഡിയോ കാണണം. ആരെയും സങ്കടപ്പെടുത്തി നമ്മൾ ഇതിലൂടെ ഒന്നും പറയൂല. ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ പറഞ്ഞു ആർക്കും ഇങ്ങനത്തെ ഒരു ഇതില്ലാതെ കിട്ടെ. പിന്നെ അവിടെ ചെന്നാൽ നമ്മൾ ഒരു ഹാപ്പിയാണ്. അവരോടൊപ്പം കുറച്ച് സമയം നമുക്ക് ഇമെയിൽ ചിലവാക്കാൻ പറ്റിയതിന് തീരാത്ത അത്രയും സന്തോഷത്തിലാണ് മടങ്ങി വരുന്നത് ഇപ്പോൾ. കാരണം അവിടുത്തെ ആൾക്കാരുടെ സ്നേഹം, പരിചരണം, പിന്നെ അവിടുത്തെ ഉസ്താദിൻ്റെ വാക്കുകൾ ആരെ കണ്ണെന്ന് അറിയിക്കും. ഇപ്പോൾ പ്രസംഗിച്ചപ്പോൾ ഉസ്താദിൻ്റെ കണ്ണ് നിറയുന്നുണ്ടല്ലേ. അപ്പം ഞാനൊരു ക്യാമറമാൻ ആയതുകൊണ്ട് ഞാൻ ബാക്കിൽ നിന്ന് സംസാരിക്കണം കേട്ടോ. നമ്മൾക്ക് ഇവരെ രണ്ടാളെ ഒന്ന് രംഗത്തേക്ക് ഇത് മാത്രമുള്ള എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അംഗീകാരങ്ങൾ കിട്ടി, വളരെ സന്തോഷമുണ്ട്. ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ അമ്മ ഉസ്താദിൻ്റെ കണ്ണിന്ന് വെള്ളം ചാടാണ്. ഓരോരോ കഥ പറയും. പക്ഷെ ആ കഥകൾ അതൊന്നും ഇപ്പം എല്ലാവർക്കും ഊഹിച്ചാൽ മനസ്സിലാവും. നമ്മളിതിൽ പറയാൻ പാടില്ല, നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല.
ആരെയും ടെൻഷനാക്കണ്ട അത് എഴുതിയിട്ട്. അപ്പോൾ എല്ലാവരോടും നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരോടും നിങ്ങൾ കാരണമാണ് നമുക്കിത് കിട്ടിയത്. ശരിക്കും ഒന്നും പറയാൻ കിട്ടില്ല. അപ്പം എന്നോട് പറയാ ഒക്കെ നിങ്ങൾ പറഞ്ഞോളിക്ക് ഒന്നും പറയാൻ കിട്ടില്ല. അവിടെ ചെന്നാൽ എല്ലാവരും അവസ്ഥ ഇങ്ങനത്തെ ഒന്നും പറയാൻ കിട്ടൂല. ഇപ്പം സന്തോഷമായില്ലേ? അപ്പം എന്നാൽ അല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം അല്ലേ. ഞങ്ങളെ മനസ്സിന്ന് ഹാപ്പിയാണ്. അപ്പം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. അപ്പോൾ നാളെ കാണാം. ഇനി എന്തെങ്കിലും നമ്മൾ വിട്ടു പോയിട്ട് നമ്മൾ കുറേ പറയാതിലുണ്ട്. കുറേ കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ നമ്മൾ വെറുതെ വളവളടിക്കുകയല്ല. കാര്യങ്ങൾ പറയാണ്ട്. അപ്പം ഇനി അടുത്ത വീഡിയോത്തിലൊക്കെ നമ്മൾ പറയാല്ലേ. അതിനെപ്പറ്റി നമുക്ക് കുറച്ച് പറയാണ്ട്. പക്ഷെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആർക്കെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണോ. ഹിമത്തെ കാളിക്കാവ് അടയ്ക്കാക്കുണ്ട് എന്ന സ്ഥലത്താണ്. അവിടുത്തെ കോണ്ടാക്ട് നമ്പറൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും അതിനോട് കഴിയുമ്പോൾ ചെയ്യാം. ഇപ്പം നമ്മളൊരു അമ്പലത്തിനെയും പള്ളീനെയും കുറ്റം പറയല്ല. അങ്ങനത്തെ ഒക്കെ കിട്ടുന്ന പൈസ ഇങ്ങനത്തെ ക്യാൻസർ സെൻ്ററിലേക്കോ ഇതേപോലെ ഹിമകൾക്കോ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കോ കൊടുത്താൽ ഒന്നുകൂടി നന്നായിരിക്കും എന്നപ്പം ഞങ്ങൾ പഠിച്ചത് അല്ലേ. അമ്മ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ നാളെ കാണാം. എല്ലാവർക്കും ബൈ.